എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സെൽറ്റിക് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് സെൽറ്റിക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരു $30 ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. $30 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി ഏകദേശം ഒരു 3000 രൂപയിൽ താഴെ നമുക്ക് എടുക്കാനുണ്ടെങ്കിൽ നമുക്കിതിൽ ട്രേഡ് ചെയ്ത് ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒരു ദിവസം മിനിമം നമുക്കൊരു 2% മുകളിലൊക്കെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു $100 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഡെയിലി ആവറേജ് ഒരു $2 മുകളിലൊക്കെ വളരെ സിമ്പിളായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇവരൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം മാത്രമല്ല നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അവരുടെ തന്നെ സിഗ്നൽസ്, നമുക്ക് ഇതുപോലൊരു സിഗ്നലാണ് ലഭിക്കുക. ഈ സിഗ്നലിൽ നമുക്ക് എൻട്രി ടൈം, നമ്മൾ എത്ര മണിക്കാണ് ഒരു ട്രേഡ് എടുക്കേണ്ടത്, എത്ര മണിക്കാണ് ആ ട്രേഡ് ക്ലോസ് ചെയ്യേണ്ടത്, ഏത് പ്രൊഡക്റ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്, ബൈ ആണോ സെല്ലാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു സിഗ്നൽ കിട്ടും. ഈ സിഗ്നൽ പ്രകാരം നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ്, മാക്സിമം നമ്മളൊരു 10 മിനിറ്റ് മാത്രമേ ഈ ട്രേഡിൽ ഇരിക്കേണ്ടതുള്ളൂ. നിങ്ങൾക്ക് ഈ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ നോളജോ ഇല്ല, ട്രേഡിങ്ങിൽ വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ഈ ഒരു സിഗ്നൽ നോക്കിയിട്ട് ഇന്ന പ്രൊഡക്റ്റിൽ ഇന്ന സമയത്ത് നമ്മൾ ബൈ ആണോ സെല്ലാണോ ചെയ്യേണ്ടത്, ആ ഒരു ആവറേജ് പ്രോഫിറ്റ് ആവുന്ന സമയത്ത് നമ്മൾ അവിടെ ക്ലോസ് ചെയ്ത് ഇറങ്ങുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളത്. നമുക്കിവിടെ മാനുവൽ ട്രേഡ് മാത്രമല്ല ചെയ്യാൻ കഴിയുന്നത്, നമുക്കിവിടെ കോപ്പി ട്രേഡ് കൂടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പോൾ മാനുവൽ ട്രേഡ് ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ മാനുവൽ ട്രേഡ് ചെയ്യാൻ സമയമില്ലാത്ത ആളുകൾക്ക് അവരിവിടെ ഒരു കോപ്പി ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു സിസ്റ്റം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരുപാട് ആളുകളുടെ ട്രേഡ് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സമയത്ത് നമ്മൾ ഈ കോപ്പി ട്രേഡ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പ്ലാറ്റ്ഫോമിൽ ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ട്രേഡ് ഓട്ടോമാറ്റിക് അവരേതൊക്കെ സമയത്ത് ട്രേഡ് എടുക്കുന്നോ ആ സമയത്തൊക്കെ അതിൻ്റെ കോപ്പി ആയിട്ട് നമുക്കും ട്രേഡ് നടന്നിരിക്കും. കോപ്പി ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെയുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മിനിമം $100 നമ്മുടെ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആഴ്ചയിൽ 5 ദിവസമാണ് ട്രേഡ് ഉണ്ടാവുക. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ട്രേഡ് ഉണ്ടാവുക. പിന്നീട് അവർ അത്യാവശ്യം ടീമും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്ക് VIP സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ക്രൈറ്റീരിയ ഫില്ലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ VIP സിഗ്നൽസ് ശനി ഞായറും ട്രേഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ കിട്ടുന്ന 5 സിഗ്നൽസ് കൂടാതെ 2-3 സിഗ്നൽസ് പെർ വീക്ക് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ട്രേഡ് ചെയ്യുന്നതിലൂടെ അല്ലാതെ നമുക്ക് വലിയ രീതിയിലുള്ളൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന മറ്റൊരു പ്ലാൻ കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രോഗ്രാമിലും ഉള്ളതുപോലെ തന്നെ ഒരു റെഫറൽ സിസ്റ്റം കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രേഡ് ചെയ്യുന്ന നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. നമ്മൾ മറ്റൊരാളിലേക്ക് ഈ ഒരു പ്രോഗ്രാം ഷെയർ ചെയ്തിട്ട് അവർ നമ്മുടെ കൂടെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. ഈ കമ്മീഷൻ അവർ പിടിക്കുന്ന ചാർജസ് ആണ്. ആ ചാർജസിൻ്റെ ഇത്ര ശതമാനം വെച്ചിട്ട് നമുക്ക് റഫറൽ റിവാർഡായിട്ട് എന്ത് ചെയ്യും, ലഭിക്കും. അപ്പോൾ എങ്ങനെയാണ് ആ റഫറൽ സിസ്റ്റം വർക്കാവുന്നതുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഒരു ടീം ഡെവലപ്പ് ചെയ്ത് നമ്മളെ ഒരു ടീമിനെ കൊണ്ട് ട്രേഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ്സ് എങ്ങനെയാണ്, ഇല്ല നമുക്ക് കിട്ടുന്ന കമ്മീഷൻ എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ ഡയറക്റ്റ് ജോയിൻ ചെയ്തു, അവരൊരു $50 ഇട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് $0.37 വെച്ചിട്ട് അവരെത്ര കാലം ട്രേഡ് ചെയ്യുന്നു അത്രയും കാലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ആളൊരു $100 ഇട്ടിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ $0.75 പെർ ഡേ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു 10 പേര് നമ്മുടെ കൂടെ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ട്രേഡിംഗ് പ്രോഫിറ്റ് കൂടാതെ ഒരു ദിവസം 0.75 വെച്ച് ഒരാളടുന്ന് കിട്ടിയാൽ 10 പേരെടുത്ത് നിന്ന് നമുക്ക് ഡെയിലി കമ്മീഷൻ കിട്ടുമ്പോൾ ഒരു ആവറേജ് ഒരു $7.5 അടുത്ത് നമുക്ക് ഒരു ദിവസം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. പ്ലസ് നമ്മുടെ ക്യാപിറ്റൽ ഒരു $100 ആണ്, അതിൻ്റെ ട്രേഡിംഗ് പ്രോഫിറ്റ് കൂടെ ഉണ്ടെങ്കിൽ ഒരു $10 നമുക്ക് പാസീവായിട്ട് ഡെയിലി ഒരു വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. $10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 900 രൂപയ്ക്കടുത്ത് നമുക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ വരുമാനമായി കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ ഇനി $200 ആണ് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് $1.5 വെച്ചിട്ട് നമുക്ക് കിട്ടും. അങ്ങനത്തെ ഒരു 10 പേരാണ് നമ്മുടെ കൂടെ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ $15
പെർ ഡേ കമ്മീഷനായി. $15 എന്ന് പറയുമ്പോൾ ആവറേജ് ഒരു 1200 രൂപയുടെ മുകളിൽ നമുക്ക് പ്രോഫിറ്റായി. ഇനി ഒരു $300 വെച്ചിട്ടാണ് ഒരാൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ $2.25 വെച്ചിട്ട് നമുക്ക് കിട്ടും. 10 പേര്, അങ്ങനത്തെ ഒരു 10 പേര് ടീം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ $22.5 നമുക്ക് വരുമാനമായിട്ട് കിട്ടും. 22 എന്ന് പറയുമ്പോൾ ആവറേജ് ഒരു 2000 രൂപയ്ക്ക് അടുത്ത് നമുക്ക് വരുമാനമായിട്ട് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കും. എത്ര കാലം ഇവർ ട്രേഡ് ചെയ്യുന്നു അത്രയും കാലം കിട്ടും. ഇനി $400 ആണ് ഒരാൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് $3 വെച്ചിട്ട് ഒരാളുടെ നിന്ന് കിട്ടും. അങ്ങനത്തെ ഒരു 10 പേരുണ്ടെങ്കിൽ $30 പെർ ഡേ വരുമാനമായി. ഏകദേശം ഒരു 2700 രൂപ അടുപ്പിച്ച് നമുക്ക് വരുമാനം പെർ ഡേ കിട്ടിക്കൊണ്ടിരിക്കും. ഇനി $500 വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ $3.75 നമുക്ക് എന്ത് ചെയ്യും കിട്ടും. ഒരു 10 പേരുണ്ടെങ്കിൽ $37.5 ഡെയിലി വരുമാനമായി. ഒരു $1000 ഇട്ടിട്ടുള്ള ഒരാൾ ട്രേഡ് ചെയ്താൽ തന്നെ $7.5 നമുക്ക് ഒരു ദിവസം വരുമാനമായി. $1000 ഇടുന്ന ഒരു 10 പേരെ ടീം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ദിവസം $75 നിങ്ങളുടെ കമ്മീഷനായിട്ട് വരുന്നത്. വെറും 10 പേര് ഒരു $1000 വെച്ച് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ $75 നിങ്ങളുടെ വരുമാനമായി. $75 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 7000 രൂപയ്ക്കടുത്ത് നിങ്ങളുടെ ഡെയിലി വരുമാനമായിട്ട് മാറും. ഇത് നിങ്ങൾക്ക് 3 ലെവൽ ഈ കമ്മീഷൻ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരാളെ റെഫർ ചെയ്തു, ആളുടെ അടുത്ത് നിന്ന് 15% കമ്മീഷനായിട്ട് കയറും. ഇനി അവർ റെഫർ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ സെക്കൻഡ് ലെവലിലായിരിക്കും ഉണ്ടാകുന്നത്. അവരുടെ കമ്മീഷനിൽ നിന്നും നമുക്ക് 10% ലഭിക്കും. ഇനി അവർ റെഫർ ചെയ്യുന്ന ആളടുത്ത് നിന്ന് നമുക്ക് 5% വെച്ചിട്ട് കമ്മീഷൻ കയറും. ഇങ്ങനെ 3 ലെവലിലാണ് നമുക്ക് കമ്മീഷൻ ഉണ്ടാവുക. ഇത് കൂടാതെ ഇവിടെ കുറേ റാങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ബേസിക് ഏജൻറ്റ്, ജൂനിയർ ഏജൻറ്റ്, സീനിയർ ഏജൻറ്റ്, റീജിയണൽ ഏജൻറ്റ്, ഗ്ലോബൽ ഏജൻറ്റ്. ബേസിക് ഏജൻറ്റിന് കിട്ടുന്നത് 15%, ഫസ്റ്റ് ലെവലിൽ നിന്ന് 15%, സെക്കൻഡ് ലെവലിൽ നിന്ന് 10%, തേർഡ് ലെവലിൽ നിന്ന് 5%. ഇനി നമ്മൾ ജൂനിയർ ഏജൻറ്റ് എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് മാറുകയാണെങ്കിൽ 18% ആയിട്ട് നമ്മുടെ കമ്മീഷൻ ഫസ്റ്റ് ലെവലിൽ നിന്ന് മാറും. അതുപോലെ 10% എന്നുള്ള 12%ത്തിലേക്ക് മാറും. 5% എന്നുള്ള 6%ത്തിലേക്ക് മാറും. ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ടീമിൽ 100 പേര് ആയിക്കഴിഞ്ഞ് 3 ലെവലിൻ്റെ ഉള്ളിൽ 100 പേരുടെ ടീം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂനിയർ ഏജൻറ്റ് എന്ന് പറഞ്ഞ പൊസിഷൻ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കമ്മീഷൻ ലെവലും കൂടും. ഇനി അടുത്ത സീനിയർ ഏജൻറ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 300 പേരുടെ ടീമാണ് വേണ്ടത്. 300 പേരുടെ ടീം നിങ്ങൾക്ക് 3 ലെവലിനുള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 18% എന്നുള്ളത് ഫസ്റ്റ് ലെവലിൽ 21% കമ്മീഷനാവും, സെക്കൻഡ് ലെവലിൽ 14% കമ്മീഷനാവും, തേർഡ് ലെവലിൽ 7% കമ്മീഷനാവും. ഇനി അടുത്തത് റീജിയണൽ ഏജൻറ്റ്. റീജിയണൽ ഏജൻറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടീമിൽ ഒരു 1000 പേര് 3 ലെവലിലുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മീഷൻ വീണ്ടും വർദ്ധിക്കും. 25% ഫസ്റ്റ് ലെവലിൽ, സെക്കൻഡ് ലെവലിൽ 16%, തേർഡ് ലെവലിൽ 8% വർദ്ധിക്കും. ഇനി നിങ്ങൾ ഗ്ലോബൽ ഏജൻറ്റിലേക്ക് മാറുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ടീമിൽ ഒരു 3000 പേരുടെ ടീമൊക്കെ വന്നു കഴിഞ്ഞാൽ 4 ലെവലിൽ നിന്ന് നമുക്ക് കമ്മീഷൻ ലഭിക്കും. ഫസ്റ്റ് ലെവലിൽ 30%, സെക്കൻഡ് ലെവലിൽ 18%, തേർഡ് ലെവലിൽ 9%, ഫോർത്ത് ലെവലിൽ 3%. ഇങ്ങനെ വലിയൊരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. മാക്സിമം എഫേർട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു $100 വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. $100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇന്ത്യൻ മണി ഒരു 9000 രൂപ പെർ ഡേ വരുമാനം ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ട് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ട്രേഡിംഗ് ആണ്, ക്രിപ്റ്റോ പ്രൊജക്റ്റുകളാണ്. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ പ്രൊജക്റ്റുകളും അതിൻ്റേതായ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങളെക്കൊണ്ട് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നൊരു എമൗണ്ട് മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാരം പണം വെച്ചിട്ടോ ഇല്ലെങ്കിൽ സ്വർണം പണം വെച്ചിട്ടോ ഒന്നും ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ വലിയ വലിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എമൗണ്ട് മാത്രം വെച്ച് ട്രേഡ് ചെയ്യുക, അത്യാവശ്യം ടീമൊക്കെ ഡെവലപ്പ് ചെയ്യുക, അതിലൂടെ നിങ്ങളുടെ ഗ്രോത്ത് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരിക. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ താങ്ങാൻ പറ്റാത്ത ഒരു എമൗണ്ട് ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കരുത്. കുറച്ച് റിസ്ക് എടുക്കുക. റിസ്ക് എടുത്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ളൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.